നമസ്കാരം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി ഫോറമായി മാറിയെന്നും അതിനാൽ തിരുത്തലിന് PB മുൻകൈയെടുക്കണമെന്നും ആവശ്യമുയർത്തിക്കൊണ്ട് കേരളത്തിലെ CPM നേതാക്കൾ രംഗത്ത് വരികയാണ്. പിണറായി വിജയൻ തുടർഭരണം സാധ്യമാക്കിയത് കണക്കിലെടുത്ത് കേരളത്തിലെ കാര്യങ്ങളിൽ തീർത്തും തലയിടാതെ സുരക്ഷിത അകലം പാലിക്കുക എന്നതാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ രീതി. എന്നാൽ അതിലിനി മാറ്റം ഉണ്ടാകണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ PBയിലെ പ്രധാനികളുടെ സാന്നിധ്യം തീരെ കുറയുക എന്ന സ്ഥിതി രൂപപ്പെട്ടിരുന്നു. MA ബേബിയും A വിജയരാഘവനും ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന PB അംഗങ്ങൾ എന്ന നിലയിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിലും രണ്ടുപേരും പിണറായിക്ക് മുന്നിൽ അശക്തരാണ്. നേരത്തെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള SRP പങ്കെടുക്കുമ്പോഴുള്ള മൂല്യം പോലും സംസ്ഥാന കമ്മിറ്റി ഇരുവർക്കും നൽകാറില്ല എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. സംസ്ഥാനത്തെ ഭരണം മെച്ചപ്പെടുത്താനുള്ള യോഗങ്ങളിൽ PBയിലെ പ്രധാനികൾ പങ്കെടുക്കാതിരുന്നതും സുരക്ഷിത അകല സമീപനമായി വ്യാഖ്യാനിക്കപ്പെട്ടു. യോഗങ്ങളിൽ സർക്കാരിനെതിരെ വിമർശനമുയർന്നിരുന്നു. എന്നാൽ അത് ഉൾക്കൊണ്ടുള്ള മാറ്റം എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ നടപടികളിൽ പ്രതിഫലിച്ചില്ല. കോൺഗ്രസ് വിരുദ്ധതയിലും പൗരത്വ ഭേദഗതിയിലും ഊന്നിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് എന്നതും പിണറായിയുടേതായിരുന്നു. ഫലത്തിൽ ഭരണരീതിയും രാഷ്ട്രീയ ലൈനും തിരഞ്ഞെടുപ്പിൽ ദോഷമായി മാറി. എന്നാൽ അത്തരമൊരു ഏറ്റുപറച്ചിൽ PBയിൽ ഉണ്ടായതുമില്ല. പിണറായിക്കെതിരെ നീങ്ങാൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇനിയും പിണറായി വിജയനെ കയറൂരിവിട്ടാൽ കാര്യങ്ങൾ വഷളാകുമെന്ന് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തിരിച്ചറിവ് മുൻപേ ഉണ്ടായതാണ് എങ്കിലും കേരള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിനൊപ്പം നിന്നില്ല. ഇതുകൊണ്ടാണ് കേന്ദ്രത്തിന് ഇടപെടാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. കേരളത്തിൽ നിന്നും പിണറായിക്കെതിരെ ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതാണ് യെച്ചൂരിയെ ധൈര്യശാലിയാക്കുന്നത്. പിണറായിയുടെ വിശ്വസ്തർ എന്ന നിലയിൽ നിൽക്കുന്നവർ പോലും പിണറായിക്കെതിരെ രഹസ്യ നീക്കങ്ങളിൽ സജീവമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ തോൽക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനെ CPM നേതാക്കൾ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത്. പ്രചാരണം മുറുകുന്ന അവസാന ഘട്ടത്തിൽ ഇത്തരമൊരു റിപ്പോർട്ട് പാർട്ടി നേതാക്കളെ നിരാശരാക്കിയിരുന്നു. ഭരണവിരുദ്ധ വികാരം മാനേജ് ചെയ്യാൻ ഇടത് സ്ഥാനാർത്ഥികൾക്ക് കഴിയില്ല എന്ന് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അറിയാമായിരുന്നു. തനിക്കും ജയിക്കാനാവില്ല എന്ന് ഐസക്കിന് അറിയാമായിരുന്നു. KK ശൈലജയുടെ ചിന്തയും ഇത് തന്നെയായിരുന്നു. ഐസക്കിനെയും ശൈലജയെയും തോൽപ്പിക്കാൻ CPMനുള്ളിൽ നിന്ന് തന്നെ ശ്രമം നടന്നു. ലീഗ് അധ്യക്ഷൻ തന്നെ BJP CPM കേരളത്തിൽ നിലനിൽക്കുന്നതായി തുറന്നടിച്ചു. CPMനെതിരെ അതിനുള്ളിൽ തന്നെ പടക്കം പൊട്ടി തുടങ്ങിയിരിക്കുന്നു. 25 വർഷം കൊണ്ട് നടന്നത് കേരളത്തിൽ 24 ഉപതിരഞ്ഞെടുപ്പുകളാണ്. ഇരു മുന്നണികളും 12 വീതം ഉപതിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. 17 ഉപതിരഞ്ഞെടുപ്പുകളിലും സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതാണ് മുന്നണികളുടെ ചരിത്രം. ഒരു സർക്കാർ ഭരിക്കുമ്പോൾ നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന പാർട്ടി ജയിക്കാറാണ് പതിവ്. ഭരിക്കുന്നവരെ ജയിപ്പിച്ചിട്ട് മാത്രമാണ് കാര്യമെന്ന് വോട്ടർമാർക്കറിയാം. എന്നാൽ ഏറ്റവും ഒടുവിൽ നടന്ന പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പിൽ പോലും വൻ ഭൂരിപക്ഷത്തിനാണ് ഇടതുമുന്നണി തോറ്റത്. തൃക്കാക്കരയിൽ നടന്ന സർക്കാർ വിരുദ്ധ തരംഗം പുതുപ്പള്ളിയിലും നിലനിന്നു. തൃക്കാക്കരയും പുതുപ്പള്ളിയും പോലെ കേരളത്തിലെ ഇടതുമുന്നണിയുടെ തോൽവി CPMൽ മാത്രമല്ല, സ്വന്തം ക്യാബിനറ്റിൽ പോലും പലരും ആഗ്രഹിച്ചിരുന്നു. CPIക്ക് ഇടതുമുന്നണി ജയിക്കുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ക്രൈസ്തവ സഭകളെയും മുസ്ലിം സമുദായത്തെയും കയ്യിലെടുത്തുകൊണ്ട് കേരളത്തെ കയ്യിലെടുക്കാൻ പിണറായി കൊണ്ടുപിടിച്ച ശ്രമം തന്നെയാണ് നടത്തിയത്. എന്നാൽ എല്ലാം വിഫലമായി. കോൺഗ്രസ് ഒരു ബഫർ സോൺ പോലെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചത്. എല്ലാ നേതാക്കളും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു. എണ്ണയിട്ട യന്ത്രം പോലെയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചത്. CPMൽ നിന്ന് വരെ വോട്ട് മറിക്കാൻ സതീശനും ടീമിനും കഴിഞ്ഞു. ഇതിലെ മാന്ത്രികത എന്താണ് എന്ന് കോൺഗ്രസ് ഇതുവരേക്കും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മാന്ത്രികതയല്ല, ഭരണവിരുദ്ധ തരംഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരുമിത്. കേരളത്തിൽ കോൺഗ്രസിന് ഗംഭീരമായ വിജയം ലഭിച്ചതിന് ഒരു കാരണം മാത്യു കുഴൽനാടനാണ്. അതിന്റെ പ്രതിഫലനം കുഴൽനാടന്റെ പ്രചരണത്തിൽ കാണാമായിരുന്നു. കാരണം ജനങ്ങളുടെ പിണറായി വിരുദ്ധത പൂർണ്ണമായി മുതലാക്കിയത് കുഴൽനാടന്റെ പെർഫോമൻസ് തന്നെയാണ്. കേരളത്തിൽ ഇന്ന് നടക്കുന്നത് സംഘടിത കൊള്ളയും സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയുമാണ് എന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞത് കേരളവും അംഗീകരിച്ചു. ഇതായിരുന്നു പോരാട്ടത്തിന്റെ തുടക്കം. എല്ലാ തെറ്റുകളിലും ഒരു തെളിവ് ബാക്കി നിൽക്കുമെന്ന് മാത്യു പറയുകയുണ്ടായി. അതാണ് CMRL വഴി പുറത്തു വന്നത്. CPM ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയൊന്നും നൽകുന്നുമില്ല. വീണയ്ക്ക് കരിമണൽ കമ്പനിയിൽ നിന്ന് ഈ തുകയെ ലഭിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ CPMന് കഴിയുമോ?
ഇതുപോലെ എത്ര കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമാണ് പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്നും കേരളം ചോദിച്ചു. കടലാസ് കമ്പനികൾ സൃഷ്ടിച്ച് കള്ളപ്പണം വെളുപ്പിക്കലാണ് കേരളത്തിൽ നടക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണയുടെ കമ്പനിയുടെയും സെക്യൂരിറ്റി ആയിട്ടാണ് ഇത്രയും നാൾ നിന്നത്. കുറഞ്ഞപക്ഷം 1.72 കോടി രൂപയെങ്കിലും കൈപ്പറ്റിയെന്ന് പറയാനെങ്കിലും മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും തയ്യാറായില്ല. ഇനി ഇതായിരിക്കില്ല അവസ്ഥ. ഇലക്ഷന്റെ അവസാനം വരെ മുഖ്യമന്ത്രി ഒന്നും വേണ്ടിയില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ആരെയും ആവേശം കൊള്ളിച്ചതുമില്ല. MV ഗോവിന്ദൻ തീർത്തും നിസ്സാരനായി മാറി. എല്ലാം മനസ്സിലാക്കിയത് സീതാറാം യെച്ചൂരിയാണ്. പിണറായി തോറ്റത്തിൽ മനസ്സുകൊണ്ടെങ്കിലും യെച്ചൂരി സന്തോഷിക്കുന്നുമുണ്ട്. ഉമ്മൻചാണ്ടിയെ അകാല മൃത്യുവിനിരയാക്കിയത് CPM ആണ് എന്ന് കോൺഗ്രസ് ജയിച്ചപ്പോൾ കേരളം സമ്മതിച്ചു. കേരളം നൽകുന്നത് പിണറായിക്കുള്ള കായകൽപ്പ ചികിത്സയാണ്. എന്നിട്ടും വീണിടം വിഷ്ണുലോകമാക്കാൻ മാത്രമാണ് പിണറായി ശ്രമിച്ചത്. എന്തായാലും ആ സാഹചര്യത്തിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീരുമാനമാകുമെന്നാണ് അറിയാനാവുന്നത്. കേരളത്തിൽ ഇടത് തകർന്നപ്പോൾ തോറ്റത് സ്ഥാനാർത്ഥികളല്ല, പിണറായി വിജയൻ തന്നെയാണ്. പിണറായിയെ തോൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയൻ കൂടി ചേർന്നാണ്. കൃത്യമായ ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടായത്. തനിക്കും തന്റെ കുടുംബത്തിനുമെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും മൗനത്തിലൂടെ സംബന്ധിച്ച മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് കേരളം പറഞ്ഞത്. പല നേതാക്കളും പിണറായി വിജയന് വിശ്രമം അനുവദിക്കണമെന്ന അഭിപ്രായക്കാരാണ്. കേരളത്തിൽ ഇടതുമുന്നണി തോൽക്കാൻ കാരണം മോദി വിരോധമാണ് എന്ന പിണറായിയുടെ നിയമസഭാ പ്രസംഗം ജനങ്ങൾക്കൊപ്പം തന്നെ CPM നേതാക്കളും പുച്ഛിച്ചു തള്ളി. യെച്ചൂരിക്ക് മുന്നിൽ തലകുനിച്ച് പിണറായി വിജയൻ ഇരിക്കുന്ന ചിത്രം രചിക്കാൻ പോകുന്നത് പുതിയ കേരളത്തിന്റെ CPM രാഷ്ട്രീയം തന്നെയായിരിക്കും.